നിന്നോടല്ലടാ കോപ്പെ പറഞ്ഞു വിട്ടത് ആ രൂപ അതേപടി തിരിച്ചു കൊണ്ടുവരണമെന്ന്. ആ വാസുവിന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് നാളെ രാവിലെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ച രൂപയാ. നിനക്കതൊക്കെ പറയാം. എന്റെ ശരീരം മാസകലം കലങ്ങിയിരിക്കുക. എനിക്കതൊന്നും അറിയണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരെ കൊന്നിട്ടാലും ശരി എനിക്ക് എന്റെ രൂപ കിട്ടണം. നേരെ ഒത്തിരി ഇരുട്ടിയില്ലേ? ഇനിയിപ്പൊ ഞാൻ ആരെ പോയി കൊല്ലാനാ? നീ ആരെയും കൊല്ലണ്ട, നിന്നെ ഞാൻ കൊല്ലും. കിളിക്കല്ലേ. അയ്യോ അയ്യോ, ദേ ഈ സൂട്ട് ഞാൻ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ്. ഹോട്ടലിൽ ചെന്ന് ഉള്ളത് മുഴുവൻ വലിച്ചു വാരി വെട്ടിക്കറ്റിയ സൂട്ട് അഴുക്കാക്കി. ഇനി ഞാനിത് എങ്ങനെ അവിടെ തിരിച്ചുകൊണ്ടേ കൊടുക്കും? ഞാൻ വേണമെങ്കിൽ ഇത് വാഷ് ചെയ്തിടാം. ഇത് വാഷ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഉണങ്ങൂലെന്ന്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ അതൊക്കെ പോട്ടെ, നീ കാശിന്റെ കാര്യം പറ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. എന്ത് വഴി? നീ ആ കാശ് പോട്ടേന്ന് വയ്ക്കുക. എന്താ എന്താ രണ്ടുപേരും കൂടെ വഴക്കൊന്നുമില്ല. ഉസ്താദ് പഠിപ്പിച്ചെന്ന ഗുസ്തിയിലെ ചില നമ്പേഴ്സ് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാണ്. ഗുസ്തി അല്ല, ഒരു പുല്ലല്ല ഉസ്താദെ. ഇത്രയും കാലം ഇവന് പ്രേമിച്ച് നടക്കണ എല്ലാ സൗകര്യങ്ങളും ഞാനാ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ അതിനുള്ള പണവും ഞാൻ മുടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇങ്ങോട്ട് മറിയ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാ. ഉസ്താദ് ഞാനിതൊരു ഉസ്താദിനോട് പറഞ്ഞിട്ടാ. ഇവനാ വിറകിന്റെ മോളുമായിട്ട് ഭയങ്കര പ്രേമത്തിലാ. ശരിയാണോടാ? നീ ഒന്നും പറയണ്ട. നിനക്ക് പ്രേമം വേണോ അതോ ജിംനേഷ്യം വേണോ? എനിക്ക് രണ്ടും വേണം. അത് നടക്കില്ല, ഏതെങ്കിലും ഒന്ന് മതി. എന്നാ പിന്നെ എനിക്ക് ജിംനേഷ്യം വേണ്ട, പ്രേമം മതി. ഹലോ +2. നമസ്കാരം. അയ്യോ, ആരെങ്കിലും കണ്ട കുഴപ്പമാവും. ഇത്രയ്ക്ക് ധൈര്യമുള്ളൂ? പഴയ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? അതെ, എന്റെ അച്ഛൻ കണ്ടോണ്ട് വന്നാലുള്ള സ്ഥിതി രാജൻ അറിയാലോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ വിറക് എന്റെ പോക്കറ്റില. ദേ, എന്റെ അച്ഛനെ കളിയാക്കലുണ്ടല്ലോ. അതിനെന്താ? നാട്ടുകാരനെ എന്നെയും കളിയാക്കാൻ പോവല്ലേ? അതെന്തിനാ? ദേ വിറകിന്റെ പരിമം പോണോ, വിറകിന്റെ പരിമം പോണോന്ന് പറഞ്ഞു. വരുമോനോ? അത് ശരി. അപ്പൊ എല്ലാം സ്വയം തീരുമാനിച്ചു അല്ലേ? പിന്നെ ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്തിനാ? പേടിക്കാനൊന്നുമില്ല. കാസറ്റുകൾ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ പരിപാടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് വല്ല സംശയം തോന്നിയല്ലോ? എങ്ങനെയെങ്കിലും ഒന്ന് തോന്നിക്കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന. ഈ കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അയ്യോ, അവിടെ വിലപ്പാ. കാസറ്റ് അഡൾട്ട്സ് ഓൺലി എന്ന് പറഞ്ഞാൽ വെരി വെരി സ്ട്രിക്ട്ലി ഫോർ അഡൾട്ട്സ്. പോലീസ് വല്ലതും പിടിച്ചാൽ എന്റെ വീഡിയോ ഷോപ്പ് പൂട്ടിപ്പോവും. ഞാൻ രാജുവിന്റെ കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന്. ഇത്രയ്ക്ക് തിടുക്കമായോ? പിന്നെ കാസറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന പേര് ഭക്ത കുചേല എന്നാ. ജീവിക്കണ്ടേ വിലപ്പാ. എടാ, ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ എന്താ ഇത്ര വലിയ താമസം? ഓഹോ, വാങ്ങിച്ചോണ്ട് വരുന്നതും പോരാ. ദേ, ഇങ്ങനെയുള്ള ഭരണമൊന്നും എന്റെ അടുത്ത് വേണ്ട. നമ്മൾ തൊഴിലാളി മുതലാളി ഒന്നുമില്ല, ഈക്വൽ പാർട്ട്നേഴ്സാ. ഞാനൊരു തമാശ പറഞ്ഞല്ലടാ കുട്ടാ. ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് അതിനെ തമാശയാക്കി മാറ്റുന്ന ഒരു തമാശ അല്ലേ? ഇങ്ങനെ സോറി പറയാനോ? ഇതേ ഭക്തകുജലയുടെ കാസറ്റാ. നീ ഈ കാസറ്റ് കൊണ്ടുപോയി ആ സ്വാമീസ് ലോഡ്ജിലെ റൂം നമ്പർ 5 താമസിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേലപ്പന് കൊടുക്കണം. ഭക്തകുജേലയോ? ഭക്തകുജല വേലപ്പനല്ല, അവന്റെ അമ്മുമ്മയ്ക്ക് വേണ്ടിട്ടാ. അവരാണ് കുഴിയിലൊക്കെ കാലം നീട്ടിയിരിക്കുക. പാവം. അപ്പൊ നമ്മളായിട്ട് അവരുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെന്ന് വേണ്ട. പിന്നെ നീ ആദ്യം ഈ കാസറ്റ് കൊണ്ട് കൊടുത്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ മതി. എനിക്ക് അയാളെ പരിചയമില്ല. ഒരു കാസറ്റ് കൊടുക്കാൻ എന്തിനാ ഇത്ര വലിയ പരിചയം? വീണ്ടും ചൂടാവുന്നു. മോനെ, ഒരു കാസറ്റ് കൊടുക്കാൻ എന്തിനാണ് ഇത്ര വലിയ പരിചയം? ശരി. അതെ അമ്മേ. വേണ്ട മോളെ, നമുക്ക് കടയിൽ പോയി ആവശ്യമുള്ള കാസറ്റ് എടുക്കാം. പിന്നെ ഇതും കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണമ്മേ. ഇതിനെ ഡോർ ഡെലിവറി എന്ന് പറയും. പുതിയ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ദളപതി. ദളപതിയോ? വേണ്ട മോളെ, വേണ്ടെന്നേ. അയ്യോ, ഇതിൽ ഒരുപാട് ചിരിക്കാനുണ്ടമ്മേ. തുടക്കം മുതൽ ഒടുക്കം വരെ കഥാപാത്രങ്ങൾ ഓരോ തമാശ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചോണ്ടേ. ഒരുപാട് ചിരിച്ചതാ മക്കളെ. ഇപ്പൊ പണ്ടത്തെ പോലെ ചിരിക്കാനൊന്നും വയ്യ. അമ്മയ്ക്ക് ആക്ഷൻ പടങ്ങളായിരിക്കും താല്പര്യമില്ലേ? കുഴപ്പമില്ല. വേറെ ഏതൊക്കെ കാസറ്റ് ഉണ്ട്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എടുത്താട്ടെ. പിന്നെ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഏത് പടമാണെന്നാ ചോദിച്ചത്. ഭക്തകുചേലയുടേതാ. ഓഹോ, അപ്പൊ നല്ല കാസറ്റെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുകയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ അമ്മ എടുത്തോ. കണ്ടിട്ട് നാളെ തന്നെ മടക്കി തരണം. നമുക്കത് വേണ്ടമ്മേ, ദളപതി മതിയമ്മേ.
മോള് തലവതി കണ്ടോ? അമ്മയ്ക്കിത് വേണം. ഇത് ഫ്രീയാ. താങ്ക്സ്. ആ എന്താ വിലപ്പാ, എങ്ങനെയുണ്ട് ഭക്ത കുചേല? നീ ആളെ കളിയാക്ക? മനസ്സിലായില്ല. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? എവിടെ? ഇനി അവിടെ വന്നിട്ട് തന്നെ കാണാതെ ഇന്ന് ജോലിക്ക് പോലും പോകാതെ ഇത്രയും നേരം റൂമിൽ കുത്തിരിക്കുകയായിരുന്നു. ആ എന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. രാജു, ഭക്ത കുചേല കാസറ്റ് കൊടുത്തോ? പിന്നെ ആദ്യം തന്നെ എന്തായാലും പേര് വേലപ്പൻ. ആ വേലപ്പന്റെ കൈ കൊടുത്തിട്ടാ ബാക്കി സ്ഥലങ്ങളിലോട്ട് പോയത്. എന്നിട്ട് വേലപ്പൻ എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. ഇപ്പൊ ചെറുമോനും അമ്മൂമ്മയും കൂടെ കാസറ്റ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ദേ ഈ നിൽക്കുന്നതാണ് വേലപ്പൻ. അതെയോ? പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എടാ സത്യം പറ, നീ ആ കാസറ്റ് എന്തോ ചെയ്ത്? അത് ഞാൻ ശ്യാമയുടെ അമ്മയുടെ കൊണ്ടുകൊടുത്തു. എടാ സാമദ്രോഹി. അത് എന്റെ പ്രേമത്തിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി ശ്യാമയുടെ അമ്മ ഒന്ന് സോപ്പിടാൻ വേണ്ടി ആ കാസറ്റ് നിന്റെ പ്രേമത്തിന്റെ അടിത്തറ ഇന്നോടെ തകരും. അതിന് അയാളുടെ വെക്കിട്ട് തീർന്ന് എന്തിന്? അയ്യോ, എന്നാ ഒരു വാക്ക് എന്നോട് പറയണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. ഇതാണോ അവൻ ഒത്തിരി ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പരമബോറ്. അതെ, അമ്മയ്ക്ക് ഭാഷ മനസ്സിലാവാത്തോണ്ടാ. പിന്നെ എനിക്കെല്ലാം അറിയാം. മോളെ, നീ ആ ഭക്ത കുചേല ഇട്. വേണ്ടമ്മേ. മോളെ, ആ ഭക്തകുചിയല്ലേ കാസറ്റ് അങ്ങോട്ട് ഇട്ടുകൂടെ. നിന്റെ അമ്മ ഇപ്പൊ ഭക്തിമാർഗത്തില്ല, ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ. ഓ, നല്ലൊരു പടം കാണാൻ സമ്മതിക്കില്ല. എന്താ മോളെ തുടങ്ങാത്തെ? അത് ശരി, കാസറ്റ് റീവൈൻഡ് ആവണ്ടേ? അമ്മയ്ക്ക് അത്ര ധൃതിയായോ ഭക്ത കുചേല കാണാൻ? ആ തുടങ്ങിയോ? ഇതെന്താടി പേരൊക്കെ ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്നത്? ആ അതെ, മാതാമ്മമാർക്കും മനസ്സിലാകാൻ വേണ്ടിട്ടാ. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അയ്യോ, ആരാടി കോട്ടിട്ട് വരുന്നത്? കുചേലൻ കോട്ടിടുവോ? ശിവ 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 ശിവ. അച്ഛാ, കാസറ്റ് മാറിയെന്ന് തോന്നുന്നു. ഇതേതോ ഇംഗ്ലീഷ് കാസറ്റാ. ആ നന്നായി. ഒരു ഇംഗ്ലീഷ് സിനിമ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ആഹാ. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. കണ്ടലർന്നൂടെ കള്ളന്മാർ, കള്ളന്മാർ. ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കരുത്. അയ്യോ, ഞങ്ങളെ കാശും പെണ്ണുങ്ങളും സത്യമായിട്ട് അലമാരിൽ 20 പവന്റെ സ്വർണ്ണം ഇരിപ്പില്ലേ? കള്ളം പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയും. ഞങ്ങൾക്ക് നിങ്ങളുടെ പൊന്നും പണമൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് പുണ്യപുരാണ ചിത്രങ്ങളുടെ കാസറ്റുകൾ മാത്രമാണ്. അയ്യോ, ഇവിടെ പുണ്യപുരാണ കാസറ്റുകളൊന്നും ഇല്ലേ? ഭക്തകുചേല എന്ന് പറഞ്ഞ് ഏതോ ഒരു വരുമ്പോ തെണ്ടി ഇവിടെ ഇംഗ്ലീഷ് കാസറ്റാണ് കൊണ്ട് തന്നത്. ഈ തെണ്ടി എന്നുള്ള പദം പിൻവലിക്കണം. ഓ, രണ്ടി എന്നുള്ള പദം പിൻവലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഭക്ത കുചേല എന്ന് എഴുതിയ കാസറ്റ് തന്നെ മതി. പെട്ടെന്നെടുക്ക്, പെട്ടെന്നെടുക്ക്. എടുക്കെടുക്ക. എടുക്ക്. ഇനി കാസറ്റ് കൊണ്ടുപോയ വിവരം പോലീസിനെ എങ്ങാനും അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആത്മഹത്യ ചെയ്ത് കളയും. പറയില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വലിയ ഉപകാരം. താങ്ക്സ്. അയ്യോ, കള്ളന്മാര് വന്നിട്ട് ഒരേ ഒരു കാസറ്റ് മാത്രം മോഷ്ടിച്ചോണ്ട് പോവുകയോ? അതേ മേഴ്സി, സ്വർണവും പണ്ടും ഒക്കെ പോയെന്ന് തന്നെയാ കരുതിയത്. ഇത്രയും മനസാക്ഷിയുള്ള കള്ളന്മാരും ഇക്കാലത്തുണ്ടല്ലോ. മോഷണവും കൊലപാതകവും ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നത് വളരെ കറക്റ്റാ. എനിക്കിതിലെന്തോ പന്തികേടുള്ളതുപോലെ തോന്നുന്നു. നടന്ന കാര്യങ്ങളിൽ മൊത്തം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാ അതെന്താന്ന് കൂടി പറ. കുട്ടിയുടെ അത്ര ബുദ്ധി എനിക്കില്ല. എല്ലാം പറഞ്ഞു തരാം, പക്ഷേ കുറച്ച് തെളിവുകൾ കൂടി വേണം. വാ. ശ്യാമ വരുന്നുണ്ട്. ഇതേതാടാ കൂടെയുള്ള പുതിയ ഇറക്കുമതി? അത് ശ്യാമയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാ, മേഴ്സി. അതായത് ശ്യാമയെ എഴുത്തെഴുതാൻ സഹായിക്കുന്ന കക്ഷി. അല്ല വില്യം, നീ എന്നെയും മേഴ്സി ശ്യാമയും കത്തെഴുതാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണമെങ്കിൽ ബുദ്ധി കുറഞ്ഞ രണ്ട് പാർട്ടീസിനെ സഹായിക്കുന്ന ബുദ്ധിയുള്ള രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് ഞാനും മേഴ്സിയും മാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഹലോ. ഹലോ. വരൂ വരൂ. ഏത് കാസറ്റ് വേണമെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാമായിരുന്നല്ലോ. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഷോപ്പിൽ വന്നതിൽ ഞാൻ കൃതാർത്ഥനായി. ബൈ ദ ബൈ, ഇതെന്റെ പാർട്ട്ണർ വില്യം. നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസം. ഹലോ. 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 ഏത് കാസറ്റാണ് ശ്യാമയ്ക്ക് വേണ്ടത്? കാസറ്റ് ഒന്നും വേണ്ട. അത് പിന്നെ ഭക്തകുചേല.
മനസ്സിലായി. വീട്ടിൽ നിന്ന് ഒരു കാസറ്റ് മോഷണം പോയി, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല. എങ്ങനെ മനസ്സിലായി കാസറ്റ് മോഷണം പോയിരിക്കാന്ന്? അത് പിന്നെ ശ്യാമയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്തെങ്കിലും മോഷണം പോകാതെ എങ്ങനെ. ആ മുഖംമൂടിയും തരാവോ? കോളേജിൽ ഒരു ഫാൻസി ഡ്രസ്സിനാ. മുഖംമൂടിയുടെ കാര്യം നീ പറഞ്ഞു. Sorry, Mercy. We had stolen that cassette. In fact, it was not a Malayalam cassette. It was an English cassette. I mean, an adults-only English cassette. So we thought. Anyway, I appreciate your intelligence. ഐ അപ്രീഷിയേറ്റ് യുവർ ഫ്രാങ്ക്നെസ് ടു. മേഴ്സിക്ക് കൂടെ ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തൂടെ? അല്ല അത് പ്ലീസ്. ശരി. താങ്ക് യു. ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ കാസറ്റ്സ് ഉള്ളത് ഞങ്ങളുടെ കടയിലാ. ദാ കാസറ്റിന്റെ ലിസ്റ്റ്. ആ, ഒരു മിനിറ്റ്. കുറച്ച് പുതിയ മലയാളം കാസറ്റ്സ് കൂടെ വന്നിട്ടുണ്ട്. ഞാൻ എഴുതിത്തരാം. ഒന്ന് മതി. ഒന്ന് ഫ്രീയാ. ഓഹോ, അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലായി. എന്ത്? രാജുവിന് വേണ്ടി ലെറ്റർ എഴുതി കൊടുക്കുന്നതും യു ആർ റിയലി ഇന്റലിജന്റ്. ലൈക്ക് യു. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ? എന്ത്? അല്ല, മേഴ്സിക്ക് വേണ്ട സെലക്ഷൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ.